ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറച്ചധികം നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കറി അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ രാവിലെ എണീറ്റ് ചായയും ബിസ്ക്കറ്റ്, ഇത് യൂണിബിക്കിൻ്റെ ഓട്സ് ബിസ്ക്കറ്റാണ് കേട്ടോ, അടിപൊളിയാണ്, എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു അരപ്പ് റെഡിയാക്കാൻ പോവാണ്. ഇത് ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ കടലിലൊക്കെ ഉണ്ടാക്കുന്ന അതേ അരപ്പ് തന്നെയാണ് സെറ്റ് ആക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പെരിഞ്ജീരകമാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. പിന്നെ ചെറിയൊരു മസാല റെഡിയാക്കി കുറച്ച് മാത്രം മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ വളരെ കുറച്ചിട്ടിട്ട് കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ വഴറ്റി കേട്ടോ. കാരണം അമ്മയാണ് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചത്, അതിൻ്റെ അകത്ത് കിഴങ്ങും ക്യാരറ്റും ഇടാൻ മറന്നുപോയി. ഇതെല്ലാം കൂടി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇത് സെപ്പറേറ്റ് ഇട്ട് വഴറ്റി അരപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ഗ്രീൻ പീസും കൂടി ഇട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. അത്ര തന്നെ ഉള്ളൂ. കുറച്ച് വെള്ളം വറ്റി അടച്ച് വെച്ച് വേവിച്ച് വെള്ളവും അതുപോലെ തന്നെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവുന്ന കണക്കിന് വെച്ചാൽ മാത്രം മതി. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം കൂടി ചുട്ടെടുക്കണം. ഒരു കുഞ്ഞനപ്പം, ഇത് കല്ലേൽ ചുട്ടെടുക്കുന്ന അപ്പമാണല്ലോ, അത് അപ്പച്ചട്ടിയിലുണ്ടാക്കുന്ന അപ്പമല്ല. അപ്പോൾ ഇതും നല്ല അപ്പമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിട്ട് സോഫ്റ്റായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മുടെ കറി ഇപ്പോൾ ഉണ്ടാവുക. ഇനി ഇതല്ലാതെ വേറൊരു ടെക്നിക്ക് എന്ന് വെച്ചാൽ ഈ കിഴങ്ങും ക്യാരറ്റും കൂടെ കുക്കറിൽ ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ വേവിച്ചിട്ട് അരപ്പും മസാലയൊക്കെ അതിലേക്ക് ചേർത്താൽ മതി. ഇത് ഇന്നത്തെയാണ് കേട്ടോ. അപ്പം ഗ്രീൻ പീസ് കറി ഇന്നലത്തെ ആയിരുന്നു, ഇത് ഇന്നത്തെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വന്നപ്പോൾ ഞാൻ അതും കൂടെ വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി സൺഡേ.